Hi everyone, this is Rinsi from Groww Malayalam channel. നിങ്ങൾക്ക് മാർക്കറ്റ് ടൈം ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ? ആക്ച്വലി മാർക്കറ്റ് ടൈം ചെയ്യാന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കറക്റ്റ് ടൈമിൽ മാർക്കറ്റിൽ എൻട്രി ചെയ്യുക, അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ മാർക്കറ്റിന് എക്സിറ്റ് ചെയ്യുന്നതിനാണ് ടൈമിംഗ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് പോസിബിൾ ആണോ? സോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിസിനെ പറ്റിയിട്ട് അറിയണ്ടേ, അതായത് ചാർട്ട്സും പാറ്റേൺസ് ഒക്കെ അറിയണ്ടേ. ടെക്നിക്കൽ അനാലിസിസിനെ പറ്റി നമ്മൾ അറിയണം, പക്ഷേ അതുകൂടാതെ വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നോർമൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് ടെക്നിക്കൽ അനാലിസിസിനെ പറ്റിയിട്ട് അധികം അറിയാത്ത ഇൻവെസ്റ്റേഴ്സിനും ഓവറോൾ മാർക്കറ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്ന് നമ്മൾ സ്റ്റാൻലി ഡർക്കം മില്ലറിനെയാണ് നോക്കുന്നത്. അതായത് അദ്ദേഹം ഒരുപാട് വർഷം അദ്ദേഹത്തിന് മാർക്കറ്റ് ടൈമിംഗ് ചെയ്തുകൊണ്ട് കൺസിസ്റ്റന്റ്ലി മാർക്കറ്റ് റിട്ടേൺ ബീറ്റ് ചെയ്ത ഇൻവെസ്റ്ററാണ്. അപ്പോൾ 1977 അദ്ദേഹം PhD പ്രോഗ്രാം ക്വിറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്തതാണ്. തുടക്കത്തിൽ അദ്ദേഹം പിറ്റ്സ്ബർഗ് നാഷണൽ ബാങ്കിലാണ് ജോലി തുടങ്ങിയത്. പക്ഷെ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുമോ എന്നറിയില്ല, ഒരു വർഷം കൊണ്ട് തന്നെ അദ്ദേഹം ബാങ്കിന്റെ ഇക്വിറ്റി റിസർച്ച് ഗ്രൂപ്പ് ഹെഡായിട്ട് പ്രൊമോട്ട് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന്റെ മാർക്കറ്റ് നോളജ് കൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് ലോകത്തെ പല സ്ഥലത്തുനിന്ന് ടോക്ക് ഷോ ഓഫേഴ്സ് ഒക്കെ വന്നു. ജസ്റ്റ് 28 വയസ്സായപ്പോഴേക്കും $1 million റേസ് ചെയ്തു അദ്ദേഹത്തിന്റെ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡുക്കെയിൻ ക്യാപിറ്റൽ. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പം 1988 അദ്ദേഹത്തിന് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് തന്റെ ക്വാണ്ടം ഫണ്ടിൽ ജോർജ് സോറോസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. നിങ്ങൾക്ക് പലർക്കും ജോർജ് സോറോസിനെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിലായിരുന്നു ബ്രിട്ടീഷ് പൗണ്ടിന് എഗ്നസ്റ്റ് $1 billion ബെറ്റ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നത് ദ മാൻ ഹു ബ്രോക്ക് ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നാണ്. സ്റ്റാൻലി ഡർക്കം മില്ലറിന്റെ ബുക്കായ ഡാൽമനാക്കിൽ ക്വാണ്ടം ഫണ്ട് അതുപോലെ ഡുക്കെയിൻ ക്യാപിറ്റൽ മാനേജ്മെന്റിൽ അദ്ദേഹത്തിന്റെ 40 വർഷത്തെ എക്സ്പീരിയൻസ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം പകർത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ബുക്കിൽ ചില ചാപ്റ്റേഴ്സിൽ അദ്ദേഹം കുറച്ച് മാക്രോ ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സോ ഇത് യൂസ് ചെയ്തിട്ട് അധിക വർഷത്തോളം തന്നെ അദ്ദേഹം മാർക്കറ്റ് ടൈമിംഗ് ചെയ്തിട്ടുമുണ്ട്. സോ ഇനി നമുക്ക് ഒട്ടും ഡിലേ ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ബുക്കിൽ ദ ആർട്ട് ഓഫ് മാർക്കറ്റ് ടൈമിംഗ് നമുക്ക് മനസ്സിലാക്കാം. ബട്ട് അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. നിങ്ങൾ വാരൻ ബഫറ്റിനെ പറ്റിയിട്ടും വേറെയുള്ള വാല്യൂ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഡർക്കം മില്ലറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫി കുറച്ച് ഡിഫറെന്റ് ആണ്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് മാർക്കറ്റ് മൂവ്മെന്റ് ഡിസൈഡ് ചെയ്യുന്ന കമ്പനിയുടെ ഏർണിംഗ്സ് അല്ല, മെയിൻ റോൾ വരുന്ന ഫെഡറൽ റിസർവിനാണ്, അതായത് സെൻട്രൽ ബാങ്കിനാണ്. അപ്പോൾ എപ്പോഴും ആൾക്കാർ ഏർണിംഗ്സ് അതുപോലെ ട്രഡീഷണൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫോക്കസ് ചെയ്യാറുള്ളത്. പക്ഷേ അത് മാത്രം നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റ് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ മാർക്കറ്റ് മൂവ്മെന്റ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ലിക്വിഡിറ്റി. സോ ഇത് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ബാങ്കാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കോവിഡിൻ്റെ ടൈമിൽ നമ്മളൊക്കെ ബുൾ റൺ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ശരിക്കും ആ ഒരു ടൈമിൽ ഒരുപാട് ആൾക്കാർ അവർ പണം ഇരട്ടിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലും കൂടുതലൊക്കെ ഉണ്ടാക്കിയവരുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് ശരിക്കും കമ്പനിയുടെ ഏർണിങ്സ് അത്രയും ഫാസ്റ്റായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരുന്നു. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൂടിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ USA അതുപോലെ തന്നെ ബാക്കിയുള്ള സെൻട്രൽ ബാങ്കുകളെല്ലാം തന്നെ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. സോ മാർക്കറ്റിൽ ലിക്വിഡിറ്റി കുറയാനും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 2021 ഒക്ടോബർ തൊട്ട് മാർക്കറ്റ് എങ്ങനെയാണ് റിട്ടേൺ തരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാമല്ലേ? അപ്പോൾ 2 ഇരട്ടി പോയിട്ട് ജസ്റ്റ് പോസിറ്റീവ് റിട്ടേൺസ് പോലും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കമ്പനിയുടെ ഏർണിംഗ്സ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പീരീഡ് എക്സലന്റ് ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്റ്റാൻലി എപ്പോഴും അദ്ദേഹത്തിനേക്കാളും സുപ്പീരിയർ ആയിട്ടാണ് മാർക്കറ്റിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മാർക്കറ്റ് എപ്പോഴും നിങ്ങൾക്ക് സിഗ്നൽസ് തരുമെന്നാണ്. സോ നിങ്ങൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് വഴി തെളിക്കുന്നതായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് കുറച്ച് റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സിഗ്നൽസിന് എഗ്നസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ തീസീസ് ഒന്ന് നിങ്ങൾ റീവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാൻലി പറയുന്നത് സ്റ്റോക്ക് പ്രൈസ് അതുപോലെ തന്നെ മാർക്കറ്റ് മൂവ്മെൻറ്റ് നമുക്ക് ഒരുപാട് പറഞ്ഞു തരുമെന്നാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഫ്യൂച്ചർ ഇക്കോണമിക് ആക്ടിവിറ്റി സിഗ്നൽസ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മനസ്സിലാക്കാമെന്നാണ്. അപ്പോൾ 6 മുതൽ 12 മാസം വരെയുള്ള സ്റ്റോക്ക് പ്രൈസ് ഫണ്ടമെന്റൽസിനെ നയിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കണ്ണ് ഇൻഡസ്ട്രിയെ നയിക്കുന്ന ഇക്കോണമിയുടെ മുകളിലും ഒരു കണ്ണ് എക്കോണമിയെ നയിക്കുന്ന ഇൻഡസ്ട്രിയുടെ മുകളിലും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. സ്റ്റാൻലി പറയുന്നത് ഹൗസിംഗ് മാർക്കറ്റ് ഒരു ലീഡിംഗ് ഇൻഡസ്ട്രി ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ്. അപ്പോൾ വീട് വാങ്ങാൻ പൈസ ഉള്ളപ്പോൾ മാത്രമേ ആളുകൾ വീട് വാങ്ങത്തുള്ളൂ. അതുപോലെ തന്നെ ലെൻഡിങ് മാർക്കറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ബിൽഡേഴ്സ് അവരുടെ യൂണിറ്റുകൾ വിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ബിൽഡേഴ്സ് അവരുടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഹൗസിംഗ് മാർക്കറ്റ് സ്ട്രോങ് ആകുമ്പോൾ എക്കോണമിക്ക് പുറകോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ തിരിച്ചു നോക്കുകയാണെങ്കിൽ സോ ഇതുപോലത്തെ ഇൻഡിക്കേറ്റേഴ്സ് സ്പോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കമ്പനിയുടെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് അതുപോലെ തന്നെ മാനേജ്മെന്റ് കമന്ററി ഒക്കെ നമ്മൾ ക്ലോസ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്, അതായത് കമ്പനി തൊട്ട് ഇൻഡസ്ട്രി വരെ നമ്മൾ പഠിക്കണം. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇക്കോണമിയിലെ മാക്രോ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. സോ നമുക്ക് ഏത് ഇൻഡസ്ട്രിയാണ് ലാഗ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് ഇൻഡസ്ട്രിയാണ് ലീഡിങ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും.
ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു വൺ ടൈം പ്രോസസ്സ് അല്ല. നമ്മൾ പല ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ കമ്പനികളൊക്കെ നമ്മൾ പിന്നെയും പഠിക്കുമ്പോഴാണ് ഈ ഒരു മാർക്കറ്റിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇക്കോണമിക് സൈക്കിളും നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇതിനുശേഷം ലീഡിങ് അതുപോലെ തന്നെ ലാഗിങ് ഇൻഡസ്ട്രികളുടെ ട്രെൻഡ് നമ്മൾ ട്രാക്ക് ചെയ്യണം. ഇപ്പം അത് റിവേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റിൽ മാർക്കറ്റ് റിവേഴ്സ് സിഗ്നൽ തരും. സോ ഇത് സ്റ്റാൻലിയുടെ ഹിസ്റ്റോറിക്കൽ സക്സസ്ഫുൾ സ്ട്രാറ്റജിയാണ്. സോ ഈ ഒരു ആസ്പെക്ട് വെച്ചുകൊണ്ട് കഴിഞ്ഞൊരു 30-40 വർഷം സ്റ്റാൻലി ഫെഡ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ ഇക്കോണമിക് ഫോർകാസ്റ്റ് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റാൻലിക്ക് ബെനിഫിഷ്യലായ അടുത്തൊരു സിഗ്നലാണ് ബോണ്ട് മാർക്കറ്റ്. അപ്പം ഇനി സ്റ്റാൻലി പറയുന്നത് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇക്കോണമിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ പാരാമീറ്റർ എന്ന് ലോങ് ടേം ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പം ഇവിടെ നമ്മൾ മെയിൻലി സംസാരിക്കുന്ന 10-year ഗവൺമെൻറ് ബോണ്ടിനെ പറ്റിയാണ്. അപ്പോൾ ബിസിനസ് ഓണേഴ്സും ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഒരു പുതിയ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ലോങ് ടേം ഇൻട്രസ്റ്റ് റേറ്റ് കുറവുള്ളപ്പോഴാണ്. പക്ഷേ എക്കോണമിക്ക് കുറേ നാളത്തേക്ക് ഗ്രോത്ത് അങ്ങനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ബിക്കോസ് ഇൻഫ്ലേഷൻ്റെ ഒരു ഭയം അവർക്ക് ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്ക്സ് ഒക്കെ ട്രബിളിലാവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 3 വർഷമാണ് ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പം ഇക്കോണമിയുടെ കറന്റ് മൂവ്മെന്റ് നമുക്ക് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും ഇക്കോണമി നല്ലൊരു ഫേസിലൂടെയാണ് പോകുന്നതെന്ന്. പക്ഷേ ഈ ഒരു സെയിം ടൈമിൽ ഇപ്പോൾ ബോണ്ട് പ്രൈസിൽ ഇപ്പോൾ ഒരു റാലി വരുവാണെങ്കിൽ മോസ്റ്റ്ലി ഈ ഒരു സിറ്റുവേഷനിൽ അത് നല്ലൊരു സിഗ്നൽ തന്നെയായിരിക്കും. ബട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇത് ചേഞ്ച് ചെയ്യാം ബൈ ടൈം. ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ ബുക്കിൽ എപ്പോഴാണ് ഒരു സ്റ്റോക്കിലേക്ക് എൻട്രി ചെയ്യേണ്ടത് അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഐഡിയാസ് കുറച്ച് ലോജിക്കൽ അല്ലാന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ പ്രാക്ടിക്കലാണ്. ഇപ്പോൾ നോർമലി നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴാണ്, അതായത് നല്ല നമ്പേഴ്സൊക്കെ കാണിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ ആ കമ്പനി സെല്ല് ചെയ്യുന്നത് അവരുടെ മാർജിൻ മോശമാകുമ്പോൾ അല്ലെങ്കിൽ നമ്പേഴ്സൊക്കെ മോശമാകുമ്പോഴാണ്. പക്ഷേ ആ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴേ നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമുക്ക് കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചിലപ്പം എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് കമ്പനിയുടെ കുറച്ച് നാളത്തേക്ക് കമ്പനി അണ്ടർ പെർഫോം ചെയ്തെന്ന് വരാം. സോ സ്റ്റാൻലി പറയുന്നത് ഇത് നിങ്ങൾക്ക് സ്റ്റോക്സ് വാങ്ങാനുള്ള ബെസ്റ്റ് ടൈം ആണെന്നാണ് പറയുന്നത്. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് ഇപ്പോൾ ഒരു കെമിക്കൽ കമ്പനി കുറച്ച് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് കാരണം അവരുടെ മാർജിൻസ് ഒക്കെ ചുരുങ്ങി. അപ്പം ഇത് ഇൻഫ്ലേഷൻ കൊണ്ടാകാം. സോ കമ്പനിയുടെ റോ മെറ്റീരിയൽ പ്രൈസും കൂടാൻ തുടങ്ങി. സോ ഇങ്ങനെ ആയപ്പം ആളുകൾ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്ത് പോകാൻ തുടങ്ങി. അപ്പോൾ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് പ്രൈസും ഡൗൺ പോകും. ആക്ച്വലി ഇതെല്ലാ കെമിക്കൽ കമ്പനീസിനും ബാധിക്കുന്ന കാര്യമല്ലേ. അപ്പം നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം ഫ്യൂച്ചറിൽ ഈ ഒരു കെമിക്കലിന് ഡിമാൻഡ് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങാനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പം. ഇനിയിപ്പം വേറൊരു ആംഗിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം കമ്പനി നല്ല ഏർണിങ്സ് ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുവാണ്. അതുപോലെ തന്നെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് അവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അനൗൺസ് ചെയ്യുവാണ്. സോ ഇങ്ങനൊരു ന്യൂസ് വരുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് കൂടും. പക്ഷേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതുപോലെ എക്സ്പാൻഷൻ ഒക്കെ കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ്. സോ പോസ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ട് കുറച്ച് നാളത്തേക്ക് കമ്പനിയുടെ മാർജിൻ അതുപോലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഒക്കെ ഡൗൺ പോകും. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പ്രൈസ് കുറച്ച് ക്വാർട്ടറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ അനക്കമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റാൻലി ഇവിടെ പറയുന്നത് ഇങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ന്യൂസ് വരുമ്പോൾ ആളുകൾ സ്റ്റോക്സിലേക്ക് കയറും. സോ ഇതാണ് ആക്ച്വലി സ്റ്റോക്സ് വിൽക്കാനുള്ള ഐഡിയൽ ടൈം എന്നാണ്. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ മാർക്കറ്റ് ടൈമിംഗ് ചെയ്യുന്ന ഒരു മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ടൈമിൽ എൻട്രി ചെയ്യും, കറക്റ്റ് ടൈമിൽ എക്സിറ്റ് ചെയ്യണം. സോ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഓവറോൾ മാർക്കറ്റിൻ്റെ പൾസ് നമുക്ക് മനസ്സിലായാലേ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പം നമ്മൾ മോസ്റ്റ്ലി ഒരു കമ്പനി നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ മാക്രോ ഫാക്ടേഴ്സ് ആയ സൈക്ലിക്കാലിറ്റി, ലിക്വിഡിറ്റി ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യാറാണുള്ളത്. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു മാക്രോ ഫാക്ടേഴ്സിൻ്റെ ഇഫക്റ്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റ് മൂവ്മെൻറ്റിൽ നമുക്ക് കാണാവുന്നതാണ്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് ടൈമിങ്ങിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയുക. സോ ഇതുപോലെയുള്ള ഒരുപാട് യൂസ്ഫുൾ കണ്ടൻസ് നമ്മൾ ഗ്രോ മലയാളം എന്ന നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. സോ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും നിങ്ങൾ മിസ്സാക്കണ്ട. സോ ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.